ആ ബസ്സിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ അറിയാം സ്ഥലം ലണ്ടനാണ്. എന്നെ മനോഹരമാണെന്ന് നോക്കിയ ബസ് കാണാൻ. ഇങ്ങനത്തെ ഒത്തിരി ടൈപ്പ് ബസ് ഉണ്ട് കേട്ടോ. ആ പോണതാണ് ടോപ്പ് വ്യൂ, ഈ പോണതാണ് റെഡ് ബസ്. ഇങ്ങനെ ഒത്തിരി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. എന്നാ രസമല്ലേ. ഈ ബസ്സിൻ്റെ ഫോട്ടോ ഇല്ലാത്ത ലണ്ടൻ്റെ പിക്ചറില്ല. നോക്കിയാൽ തേംസ് നദി എന്നെ മനോഹരമായ കാഴ്ചയാണ്. നമസ്കാരം, ബി ഇൻസ്പെക്ട് ബൈ ലിജോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എൻ്റെ പിന്നിൽ കാണുന്നതാണ് ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിക്കാത്ത നിമിഷം, സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു നിമിഷമാണിത്. ബിഗ് ബണ്ണാണ് എൻ്റെ ബാക്കിൽ കാണുന്നത്, UK പാർലമെൻറ്റ്. ഇപ്പോൾ തൊട്ട് ബാക്കിൽ കാണുന്നതാണ് സീ ലൈഫ് എന്ന് പറയുന്ന അതിമനോഹരമായ ലണ്ടൻ്റെ അക്വേറിയം. ബാക്കിൽ കാണുന്നതാണ് ലണ്ടൻ ഐ എന്ന് വിശേഷിപ്പിക്കുന്ന ലണ്ടൻ നഗരം മുഴുവൻ കറങ്ങാൻ കഴിയുന്ന എൻ്റെ ബാക്കിൽ കാണുന്നതാണ് തേംസ് നദി. ലണ്ടൻ്റെ ഹൃദയഭാഗം തന്നെ വിശേഷിപ്പിക്കാം. കാരണം ഒത്തിരി ലാൻഡ്മാർക്കുകൾ ഇവിടെ തന്നെയുണ്ട്. ഈ ഒരു സ്പോട്ടിൽ വന്ന ഒത്തിരി സ്ഥലത്ത് നമുക്ക് കറങ്ങാൻ പറ്റും. ആ കാണുന്നതാണ് സെൻറ്റ് തോമസ് ഹോസ്പിറ്റൽ. അതിൻ്റെ നേരെ മുമ്പിൽ തന്നെയാണ് നാം നേരത്തെ കണ്ട ആ പാർലമെൻറ്റ്. ഇത് വലിയൊരു അക്വേറിയം തന്നെയാണ്. എല്ലാം ചരിത്ര പ്രാധാന്യമുള്ള ബിൽഡിങ്ങുകൾ. ലണ്ടനായി സ്ട്രീറ്റിലെ ഫുഡുകൾ കണ്ടോ, എന്നെ മനോഹരമാണെന്ന് നോക്കിയേ. കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നു. നോക്കിയ സോസേജൊക്കെ വെച്ച് ബണ്ണിൻ്റെ ഇടയിൽ വെച്ച് തരുന്ന ആ ഒരു സബോളയൊക്കെ വഴറ്റി അതിൻ്റെ ഉള്ളിൽ വെച്ച് അവർ തരുന്നു. അത്യാവശ്യം എക്സ്പെൻസീവാണ്, പക്ഷേ രസകരം തന്നെയാണ്. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര മുഴുവൻ ടാക്സിയിലാണ് കേട്ടോ. അപ്പോൾ ലണ്ടൻ വ്യൂ, റെഡിക്ക് നഗരത്തിൻ്റെ ഒരു വ്യൂ തന്നെയാണ് ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. വോയിസ് ഓവർ ഇട്ട് ഞാൻ നശിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് ആസ്വദിക്കാം. ബിൽഡിങ്ങുകൾ, സ്ട്രക്ചർ, കളർ, റോഡുകൾ, വാഹനങ്ങൾ, തിരക്ക്, അതുപോലെ സിഗ്നലുകൾ, ട്രാഫിക് എല്ലാം ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില ഭാഗങ്ങളിൽ മാത്രം ഞാൻ വോയിസ് ഇടുന്നു. അപ്പം ലണ്ടൻ വ്യൂ നമുക്ക് കാണാം. ഞങ്ങൾ കാർഡിഫിൽ നിന്നും, അതായത് വെയിൽസിൽ നിന്നും ആണ് ഈ ഇംഗ്ലണ്ടിലോട്ട് അല്ലെങ്കിൽ ലണ്ടനിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നത്. നാഷണൽ എക്സ്പ്രസ്സിലാണ്. 4 മണിക്കൂർ ജേണി ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ അവിടെ വിക്ടോറിയ സ്റ്റേഷനിലാണ് ഞങ്ങൾ ബസ് ഇറങ്ങിയത്. അവിടെ നിന്ന് ടാക്സി എടുത്തിട്ടാണ് ലണ്ടൻ നഗരത്തിലേക്ക് ഞങ്ങൾ പോയത്. ഒരു കണക്കിന് ഒത്തിരി ചീപ്പാണ് ബസ് കേട്ടോ. കാരണം ഞങ്ങളുടെ 5 പേരുടെ ടിക്കറ്റിന് 23 പൗണ്ടായുള്ളൂ. അതായത് ഒരാൾക്ക് 5 പൗണ്ട് പോലും ആയില്ല എന്ന് ചുരുക്കം. മനോഹരമായി റെസ്റ്റ് ചെയ്ത് പോവാം. നാഷണൽ എക്സ്പ്രസ് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ബ്ലാഡർ എംപ്റ്റി ചെയ്യാനുള്ള സ്പേസൊക്കെ അതിനകത്തുണ്ട്. വളരെ മനോഹരമായ യാത്ര. പ്രഭാതത്തിലും അതുപോലെ രാത്രി റിട്ടേൺ ആയതുകൊണ്ട് സുഖമായി കിടന്ന് ബസ്സിൽ തന്നെ ഞങ്ങൾ ഉറങ്ങി തീർത്തു. മനോഹരമായ ആ ഒരു യാത്ര. ഞങ്ങൾ എത്തിച്ചേർന്ന് വിക്ടോറിയ കോച്ച് സ്റ്റേഷനിലാണ്. അവിടെ ഞങ്ങൾക്കൊരു കലാപരിപാടി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മെഡിക്കലായിരുന്നു. അത് ഉച്ചയ്ക്ക് തീർന്നു. അതിനുശേഷം 2 സ്ഥലത്ത് കറങ്ങാമെന്ന് തീരുമാനിച്ചു. 1 ലണ്ടൻ അക്വേറിയം, കുട്ടികൾക്ക് ഇഷ്ടമായതുകൊണ്ടും 2 ലണ്ടൻ ബ്രിഡ്ജ്, ചരിത്ര പ്രാധാന്യമുള്ളതുകൊണ്ടും. അങ്ങനെ 2 സ്ഥലം കണ്ടതിന് ശേഷം വൈകിട്ട് 6 മണിക്ക് തിരിച്ച് ഈ വിക്ടോറിയ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും തിരിച്ചു പോകണം. അതാണ് ലക്ഷ്യം.
ഇപ്പം കയറിയ ടാക്സിക്കാരൻ്റെ ഗ്ലാസ് അത്ര ക്ലിയർ അല്ല കേട്ടോ. അത് കാരണം നല്ലൊരു വ്യൂ കിട്ടിയില്ല. എന്നിരുന്നാലും ആ ലണ്ടൻ ബ്രിഡ്ജ് ഒന്ന് നോക്കിയേ. വൈകുന്നേരം ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ടപ്പം ലണ്ടൻ നഗരത്തിൻ്റെ ആ സൗന്ദര്യം നോക്കിയേ. എന്നാ മനോഹരമായ കാഴ്ച. ആഹാ, നല്ല തണുപ്പായിട്ടോ. അതുകൊണ്ട് വേഗം ടാക്സി എടുത്ത് ഞങ്ങൾ 5 മണിയായപ്പം വിക്ടോറിയയിലേക്ക് ഓടുക. 6 മണിക്ക് ബസ്.